നമ്മുടെ രാജ്യം അടിച്ചു കസറുകയാണ്. ആഗോളതലത്തിൽ നൂതന ഫ്ലൈറ്റ് കൺട്രോൾ ഘടകങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഭാരതം. രാജ്യസ്നേഹികൾക്ക് സന്തോഷിക്കാനുള്ള വക നമ്മുടെ രാജ്യം തന്നെ ഓരോ ദിവസവും തരുന്നുണ്ടെന്നതാണ്. അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിനുള്ള സ്റ്റെബിലിറ്റി ആക്ച്വേറ്ററുകൾ നമ്മുടെ രാജ്യം നിർമ്മിക്കാൻ ഒരുങ്ങുന്നു. ഇതിന്റെ സാങ്കേതിക വിദ്യ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഗോദ്രേജ് എയറോസ്പേസിന് കൈമാറിക്കഴിഞ്ഞു. പുറത്തു നിന്നുമുള്ള സഹായമൊന്നും നമുക്ക് വേണ്ട. നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡായ ഗോദ്രേജ് ആണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ എയറോസ്പേസ് കഴിവുകളിലെ ഒരു നിർണായക ചുവടുവയ്പ്പാണിത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ആഗോള തലത്തിൽ അത്തരം നൂതന ഫ്ലൈറ്റ് കൺട്രോൾ ഘടകങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നായി നമ്മുടെ രാജ്യത്തെ മാറ്റുന്നു എന്നതാണ്. എയർക്രാഫ്റ്റ് സ്ഥിരത അടക്കമുള്ള നിർണായക കാര്യങ്ങൾ ഉറപ്പാക്കുന്ന AMCA ജെറ്റിന്റെ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റത്തിൽ സ്റ്റെബിലിറ്റി ആക്ച്വേറ്ററുകൾ വഹിക്കുന്ന പങ്ക് വളരെ പ്രധാനമാണ്. ഈ ആക്ച്വേറ്ററുകളെ യോഗ്യമാക്കുന്നതിന് കൃത്യമായ നിർമ്മാണം, എയറോസ്പേസ് ഗ്രേഡ് മെറ്റീരിയലുകളുടെ സംഭരണം, അതുപോലെ തന്നെ അസംബ്ലി, പരിശോധന, ടെസ്റ്റ് റിഗുകളുടെ വികസനം എന്നിവ ആവശ്യമാണ്. ഇക്കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്യുക എന്നതാണ് ഗോദ്രേജ് എയറോസ്പേസിന്റെ ചുമതല. 3D പ്രിന്റിംഗ് പോലെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഗോദ്രേജ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിച്ചു കാണില്ലേ, ഈ ലോക്കൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയെ വിശ്വസിച്ച് ഇത്ര വലിയ പ്രോജക്റ്റ് എങ്ങനെ നൽകുന്നു എന്ന് പറഞ്ഞു തരാം. ഗോദ്രേജ് കമ്പനിക്ക് ഒട്ടനവധി ഡിവിഷനുകളുണ്ട്. ഗോദ്രേജ് ആൻഡ് ബോയ്സിന്റെ എയറോസ്പേസ് ഡിവിഷന് വലിയ എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ 20 വർഷത്തിലേറെയായി എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയുമായി ദീർഘകാല സഹകരണമുണ്ട്. ഇന്ത്യ ഇപ്പോൾ എന്തു ചെയ്താലും മെയ്ക്ക് ഇൻ ഇന്ത്യ നയം മുൻനിർത്തിയേ ചെയ്യാറുള്ളൂ. എയറോസ്പേസ് നിർമ്മാണത്തിൽ തദ്ദേശീയവൽക്കരണത്തിലേക്കുള്ള ഇന്ത്യയുടെ നീക്കവുമായി ഈ പങ്കാളിത്തം യോജിക്കുന്നു. 2028-30 വർഷത്തോടെ AMCAയുടെ 5 പ്രോട്ടോടൈപ്പുകൾ കൊണ്ടുവരാനാണ് നമ്മുടെ രാജ്യം ഒരുങ്ങുന്നത്. നിലവിൽ അതിന്റെ പ്രോട്ടോടൈപ്പ് വികസന ഘട്ടത്തിലാണ്. വികസന ആയുധ പരീക്ഷണങ്ങൾക്ക് ആവശ്യമായ കൃത്യതയും വിശ്വാസ്യതയും പാലിക്കുന്നതിന് ഈ ആക്ച്വേറ്ററുകൾ നിർമ്മിക്കുന്നതിൽ ഗോദ്രേജിന്റെ പങ്ക് നിർണായകമാണ്. നിർണായക യുദ്ധവിമാന ഘടക നിർമ്മാണത്തിൽ ഇന്ത്യൻ സ്വകാര്യ വ്യവസായ പങ്കാളിത്തം കൊണ്ടുവരുന്നതിലൂടെ രാജ്യത്തിന്റെ ഭാവി വളർച്ച ഉറപ്പാക്കുന്നതിനാണ് DRDO സാങ്കേതിക വിദ്യ കൈമാറ്റം പ്രഖ്യാപിച്ചതെന്ന് തന്നെ മനസ്സിലാക്കണം. DRDO ഗോദ്രേജിലേക്കുള്ള സ്റ്റെബിലിറ്റി ആക്ച്വേറ്ററുകളുടെ TOT AMCAയുടെ തദ്ദേശീയ ഉൽപാദനത്തിനും നൂതന യുദ്ധവിമാന സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യയുടെ എയറോസ്പേസ് സ്വാശ്രയത്വത്തിനും ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. ഈ പങ്കാളിത്തം DRDOയുടെ നവീകരണവും ഗോദ്രേജ് എയറോസ്പേസ് നിർമ്മാണ പാരമ്പര്യവും സംയോജിപ്പിച്ച് AMCAയുടെ കർശനമായ പ്രവർത്തന ആവശ്യകതകൾ നിറവേറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.